നമസ്കാരം. ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്നറിയോ? കോഴിക്കോട് നഗര തീരപ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന പഠനവീട് എന്ന ഒരു പ്രൊജക്റ്റിൻ്റെ കോർഡിനേറ്ററായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പഠനവീട് പ്രൊജക്റ്റ് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് കണ്ടില്ലേ ബീച്ചിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് പയ്യാനക്കൽ ഏരിയ ആണ്, കപ്പയ്ക്കൽ ഭാഗത്താണ്. അപ്പോൾ കപ്പയ്ക്കൽ ഭാഗത്ത് നമ്മളൊരു പുതിയ അംഗനവാടി കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുകയാണ്, പഠനവീട് പ്രൊജക്റ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുൻപ് അംഗനവാടി ഉണ്ടായിരുന്നത് ഒരു വീടിൻ്റെ ടെറസിലായിരുന്നു. വളരെ ബുദ്ധിമുട്ടി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇരിക്കുന്ന ടീച്ചറെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഠനവീടാണ് നിർമ്മിച്ചു കൊടുക്കുന്നത്. സമുദ്ര എന്നാണ് അംഗനവാടിയുടെ പേര്. ഇന്ന് സമുദ്ര അംഗനവാടിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടുന്ന ചടങ്ങാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. ഈ പ്രദേശത്തെ ആളുകളൊക്കെ വരും. കോഴിക്കോട് ഡെപ്യൂട്ടി മേയറും അതുപോലെ തന്നെ പഠനവീട് പ്രൊജക്ട് ഡയറക്ടർ പ്രൊഫസർ ഉമർ ഫാറൂഖ് സാറും കൂടിയാണ് ചടങ്ങ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 9:30 കൂടി തന്നെ എല്ലാവരും പഠനവീട് അധ്യാപകരും അതുപോലെ അംഗനവാടി ടീച്ചേഴ്സും ആ പ്രദേശത്തുള്ള ആളുകളും ഫാറൂഖ് സാറും അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ചടങ്ങ് തുടങ്ങാനായിട്ട് കുറച്ച് സമയമെടുത്തു. ഡെപ്യൂട്ടി മേയർ എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. ഏതൊരു കാര്യവും സക്സസ്ഫുള്ളായിട്ട് നടക്കണമെങ്കിൽ, ഹാപ്പി ആയിട്ട് നടക്കണമെങ്കിൽ ആ ഒരു പ്രദേശത്തെ ആളുകളും അതുപോലെ അതോറിറ്റിയും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് ഒരുമയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു പ്രവർത്തനം. കണ്ടില്ലേ, എല്ലാവരും ഒത്തൊരുമയോടുകൂടി തന്നെ ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടത്താനായിട്ട് ട്രൈ ചെയ്യുവാണ്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. ആ ഒരു പ്രദേശത്തെ ആളുകളുടെ സഹകരണവും എല്ലാം കൊണ്ടും എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. പഠനവീട് പ്രൊജക്ട് ഡയറക്ടർ പ്രൊഫസർ ഉമർ ഫാറൂഖ് സാറും അതുപോലെ ഡെപ്യൂട്ടി മേയറും കൂടി ഇനാഗ്രേറ്റ് ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ നാട്ടിലെ ഈ പ്രദേശങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ശബ്ദമില്ലാതെ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നതിനേക്കാളും അപ്പുറം ഫോട്ടോ പ്രദർശിപ്പിച്ച് ചെയ്യുന്ന ഒരു കാലത്ത് ആരും അറിയാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഇത് പറയുന്നത്. നമ്മുടെ കപ്പക്കൽ പ്രദേശത്തുകാരനല്ലെങ്കിലും ഈ കോവിഡ് കാലത്തും പ്രളയകാലത്തും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം.
നമ്മുടെ എന്ത് ഉത്തരവാദിത്തങ്ങളും ജോലിയും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നാട്ടിലെ പല കാര്യങ്ങളിലും നമുക്ക് കൂട്ടായി നിന്ന് മുൻകൈയെടുത്ത് ഇതുപോലെയുള്ള വ്യക്തികൾ നമ്മുടെ നാട്ടിലുണ്ടൊക്കെ അവരൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് എന്തും ചെയ്യാൻ വേണ്ടി പറ്റും. തീർച്ചയായും ഇവിടെ സമുദ്ര അംഗനവാടിക്ക് സ്വന്തമായ ഒരു കെട്ടിടം പ്രാവർത്തികമാകാൻ വേണ്ടി പോവാണ്. നമുക്ക് 2-3 യോഗങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്താണ്. എല്ലാവരും ഇനി അങ്ങോട്ട് ഇവിടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. അതിവേഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ നമുക്ക് ഒന്നിച്ച് ഫാറൂഖ് സാറിന്റെ പിന്നിൽ ഇവിടുത്തെ കമ്മിറ്റി നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് വേഗത്തിൽ സമുദ്ര അംഗനവാടി കെട്ടിടം ഉണ്ടാകാൻ പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ സൂചിപ്പിച്ച പോലെ നമ്മളൊരു വലിയ ആഗ്രഹമാണ് നടത്തുന്നത്. ഈ പല ആഗ്രഹം നടത്താൻ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മൾ ഒരുമിച്ച് നിൽക്കാമെന്നാണ്. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതം സുഗമമാക്കാൻ സാധിക്കും എന്നതാണ്. അങ്ങനെ സമുദ്ര അംഗനവാടിയുടെ തറക്കല്ലിടുന്ന ചടങ്ങ് വളരെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. ഞാനും പഠനവീട് അധ്യാപകരും അതുപോലെ അംഗനവാടി ടീച്ചറും എല്ലാം അവസാനം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചടങ്ങൊക്കെ കഴിഞ്ഞ് ബീച്ചിലെത്തി ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇനിയും മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.